ചിത്രങ്ങൾ വരക്കാനും സ്പ്രേ പെയിന്റിംഗ് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പയ്യനാണ് മൈൽസ് എന്ന നമ്മുടെ കഥാനായകൻ. അവന്റെ അച്ഛൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. മകൻ നന്നായി പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കണം എന്നൊക്കെയാണ് അച്ഛന്റെ സ്വപ്നം. മൈൽസ് കടുത്ത ഒരു സ്പൈഡർമാൻ ആരാധകനാണ്. എന്നാൽ അവന്റെ അച്ഛനാണെങ്കിൽ സ്പൈഡർമാനെ കണ്ണെടുത്താ കണ്ടൂടാ. ഹോസ്റ്റലിൽ താമസിക്കുന്ന മൈൽസ് വീക്കെൻഡിൽ മാത്രമേ വീട്ടിലേക്ക് വരാറുള്ളൂ. അപ്പോൾ വീക്കെൻഡ് കഴിഞ്ഞ് അച്ഛൻ മകനെ സ്കൂളിലേക്ക് കൊണ്ടുവിടുകയാണ്. സ്കൂളിൽ പോകുന്ന സമയം അച്ഛനോട് പല കാര്യങ്ങൾ പറഞ്ഞ് മൈൽസ് തർക്കിക്കുന്നുണ്ട്. അങ്ങനെ അച്ഛൻ സ്കൂളിൽ കൊണ്ടുവിട്ടപ്പോൾ അദ്ദേഹം മകനോട് ഐ ലവ് യു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിന് മറുപടി കൊടുക്കാതെയാണ് മൈൽസ് പോകുന്നത്. അപ്പോൾ അച്ഛൻ പോലീസുകാരിൽ നിന്ന് മൈക്കിലെ കൂടി ഒച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, നീ എന്നോട് തിരിച്ച് ഐ ലവ് യു പറയാതെ ഞാൻ പോകുന്ന പ്രശ്നമില്ല. അപ്പോൾ അച്ഛനോട് മൈൽസ് ഐ ലവ് യു പറഞ്ഞു. അപ്പോൾ എല്ലാ കുട്ടികളും മൈൽസിനെ നോക്കി കളിയാക്കി ചിരിക്കുന്നൊക്കെയുണ്ട്. ഇനി മൈൽസിന്റെ സ്കൂൾ ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അവന് ഇതൊക്കെ വല്ലാതെ അങ്ങ് മടുപ്പ് പിടിച്ചതുപോലെയാണ്. അതായത് ഈ സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യണം എന്നാണ് മൈൽസിന്റെ ഉദ്ദേശം. ക്ലാസ് റൂമിൽ ലേറ്റ് ആയിട്ടാണ് മൈൽസ് കയറി വന്നത്. അപ്പോൾ ടീച്ചർ എന്തുകൊണ്ടാണ് ലേറ്റ് ആയത് എന്ന് മൈൽസിനോട് ചോദിച്ചപ്പോൾ അവൻ ഒരു ചളി തമാശയാണ് ടീച്ചറിന് മറുപടിയായി കൊടുത്തത്. അത് കേട്ട് ക്ലാസ്സിലെ ആരും തന്നെ ചിരിക്കുന്നില്ല. എന്നാൽ മൈൽസിന്റെ ചളി തമാശ കേട്ട് ആകെ ചിരിച്ചത് ക്ലാസ്സിൽ പുതുതായി ജോയിൻ ചെയ്ത സുന്ദരിയായ ഗ്വെൻ എന്ന ഈ പെൺകുട്ടി മാത്രമാണ്. നിന്റെ തമാശ കൊള്ളാം, അത് ആക്ച്വലി സ്മാർട്ട് ആയിട്ടുള്ള മറുപടിയാണ് എന്നൊക്കെ പുള്ളിക്കാരി മൈൽസിനോട് പറയുന്നുണ്ട്. ടീച്ചർ ക്ലാസ്സിൽ ഒരു ട്രൂ ഓർ ഫോൾസ് ടെസ്റ്റ് നടത്തി. അതിൽ മനഃപൂർവ്വം ഫെയിൽ ആവാൻ വേണ്ടി എല്ലാ ഉത്തരങ്ങളും മൈൽസ് തെറ്റായിട്ട് എഴുതുകയാണ്. അതായത് സകല ശരി ഉത്തരങ്ങളും മൈൽസിന് അറിയാം. എന്നാൽ ട്രൂ എഴുതേണ്ട സ്ഥലത്ത് ഫോൾസ് എഴുതും, ഫോൾസ് എഴുതേണ്ട സ്ഥലത്ത് ട്രൂ എഴുതും. അപ്പോൾ 100-ൽ 0 മാർക്ക് കിട്ടിയപ്പോൾ മൈൽസിനെ ടീച്ചർ ചോദ്യം ചെയ്തു. പുള്ളിക്കാരി പറയാണ്, ട്രൂ ഓർ ഫോൾസിൽ ഉത്തരങ്ങൾ അറിയില്ലെങ്കിൽ കൂടി ശരിയാവാനുള്ള സാധ്യത 50%. എന്നാൽ നീ 100% തെറ്റിച്ചാണ് എഴുതിയത്. അതിനർത്ഥം നീ മനഃപൂർവ്വമാണ് ഇതൊക്കെ തെറ്റിച്ച് എഴുതിയത്. നിനക്ക് സ്കൂൾ ക്വിറ്റ് ചെയ്യാൻ ഉദ്ദേശമുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഞാൻ അതിന് സമ്മതിക്കില്ല എന്നും പറഞ്ഞ് ടീച്ചർ മൈൽസിന് ടെസ്റ്റിൽ 100-ൽ 100 മാർക്ക് നൽകുകയാണ്. ഇദ്ദേഹമാണ് അങ്കിൾ ആരോൺ. നമ്മുടെ മൈൽസിന്റെ അച്ഛന്റെ സഹോദരനാണ് ആരോൺ. മൈൽസിന് അദ്ദേഹത്തെ ഭയങ്കര കാര്യമാണ്. കാരണം മൈൽസിന്റെ സകല പാഷനും സപ്പോർട്ട് ചെയ്യുന്നത് അങ്കിൾ ആരോൺ മാത്രമാണ്. തന്റെ ജീവിതത്തിൽ നടക്കുന്ന സകല കാര്യങ്ങളും മൈൽസ് അങ്കിൾ ആരോണോട് തുറന്നു പറയാറുണ്ട്. ക്ലാസ്സിൽ പുതിയ പെൺകുട്ടിയെ കുറിച്ചൊക്കെ മൈൽസ് പറയുന്നുണ്ട്. അതേപോലെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു, പക്ഷെ അവളോട് സംസാരിക്കാൻ പോകാൻ എനിക്ക് പേടിയാണ് എന്നും മൈൽസ് പറയുന്നുണ്ട്. അപ്പോൾ പെൺകുട്ടികളോട് എങ്ങനെ ചെന്ന് സംസാരിക്കണം എന്നൊക്കെ അങ്കിൾ ആരോൺ മൈൽസിന് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. അങ്ങനെ അങ്കിളുടെ കൂടെ സന്തോഷത്തോടെ മൈൽസ് ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് അച്ഛന് ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് ചോദിച്ചിട്ട് മകന് മെസ്സേജ് അയച്ചത്. അപ്പോൾ തന്നെ മൈൽസിന്റെ മൂഡ് പോയി. മൈൽസിന് സ്പ്രേ പെയിന്റിംഗ് ഒരുപാട് ഇഷ്ടമാണ് എന്ന് ആരോണിന് അറിയാം. അദ്ദേഹം മൈൽസിനെ ഒരു അണ്ടർഗ്രൗണ്ട് സ്ഥലത്തേക്ക് കൂട്ടിപ്പോവുകയാണ്. എന്നിട്ട് അവിടെയുള്ള ഒരു പ്ലെയിൻ ചുമര് കാണിച്ചിട്ട് ഇത് നിന്റേതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ ചുമരിൽ മൈൽസ് സ്പ്രേ പെയിന്റിംഗ് ചെയ്യുകയാണ്. പക്ഷെ ഈ സമയം അവിടെ ഒരു സ്പൈഡർ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണാം. ആ സ്പൈഡർ സ്പ്രേ പെയിന്റിംഗ് ബോട്ടിൽ വെച്ച സ്ഥലത്തേക്കാണ് പോകുന്നത്. അതേപോലെ ആ സ്പൈഡർ നമ്മുടെ മൈൽസിന്റെ ജാക്കറ്റിന്റെ അകത്തെ കൂടി കയറുന്നതും കാണാം. പക്ഷെ ഇതൊന്നും നമ്മുടെ മൈൽസ് അറിയുന്നില്ല. മൈൽസ് പെയിന്റിംഗ് ചെയ്ത് കഴിഞ്ഞു. അങ്കിൾ ആരോണ് മൈൽസിനോട് പറയാണ്, ഗംഭീരമായിട്ടുണ്ട്. പണ്ട് ഞാനും നിന്റെ അച്ഛനും ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒളിച്ചും പാതും സ്പ്രേ പെയിന്റിംഗ് ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അവൻ നന്നായി പഠിച്ച് പോലീസ് ജോലി നേടിയെടുത്തു. നിന്റെ അച്ഛൻ ഒരു നല്ല മനുഷ്യനാണ് എന്നും ആരോൺ പറയുന്നുണ്ട്. ഈ സമയം ആരോണിന് ഒരു മെസ്സേജ് വന്നു. എന്നിട്ട് എനിക്ക് അർജന്റായിട്ട് പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോവുകയാണ്. അദ്ദേഹം പോയതിനു ശേഷം തന്റെ സ്പ്രേ പെയിന്റിംഗ് മൈൽസ് ഫോണിൽ ഫോട്ടോ എടുക്കുകയാണ്. എന്നാൽ ആ സമയം ജാക്കറ്റിന്റെ അകത്ത് കയറി കൂടിയ സ്പൈഡർ പുറത്തു വന്നു. അതേപോലെ ആ സ്പൈഡർ മൈൽസിന്റെ കയ്യിൽ കടിക്കുകയും ചെയ്തു. സ്പൈഡർ കടിച്ചപ്പോൾ മൈൽസിനെ വേദന എടുത്തെങ്കിലും മൈൽസ് അത് കാര്യമാക്കിയിട്ടില്ല. അവൻ ആ സ്പൈഡറിനെ അടിച്ചു കൊന്നു. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ തന്നെ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉള്ളതുപോലെ മൈൽസിന് തോന്നുന്നുണ്ട്. രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് സ്കൂളിലേക്ക് പോകാൻ പാൻസ് ധരിക്കുമ്പോൾ പാൻസ് ഒക്കെ പെട്ടെന്ന് ടൈറ്റ് ആയ പോലെ. ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയാണ് പാൻസ് ടൈറ്റ് ആയത് എന്ന് മൈൽസിന് മനസ്സിലാകുന്നില്ല. എനിവേസ് ആ പാൻസ് ധരിച്ചു തന്നെ മൈൽസ് സ്കൂളിൽ എത്തുകയാണ്. ടൈറ്റ് പാൻസ് ധരിച്ചത് കൊണ്ട് തന്നെ അവന് മര്യാദക്ക് നടക്കാനൊന്നും കഴിയുന്നില്ല. ആള് തീരെ കംഫർട്ടബിൾ അല്ല. അങ്ങനെ മൈൽസ് അറിയാതെ ഒരു പെൺകുട്ടിയെ പോയി ഇടിക്കുകയാണ്. ആ പെൺകുട്ടി വേറെ ആരുമല്ല, മൈൽസിന്റെ ക്രഷായ ഗ്വെൻ ആണ്. പുള്ളിക്കാരിയെ കണ്ടപ്പോൾ തന്നെ മൈൽസ് വിയർത്തൊലിക്കാനേ തുടങ്ങി. ഇനിയാണ് കോമഡി. പുള്ളിക്കാരിയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി അങ്കിൾ ആരോൺ പറഞ്ഞതുപോലെ മൈൽസ് ചെയ്യുകയാണ്. അദ്ദേഹം പറഞ്ഞത് തോളിൽ കൈ വെച്ച് ഒരു ഡീപ്പ് വോയിസിൽ ഹേ എന്ന് പറയാനാണ്. അങ്ങനെ പറഞ്ഞാൽ ഏത് പെണ്ണും വീഴും. അങ്ങനെ അതേപോലെ മൈൽസ് ചെയ്തു. പക്ഷെ മൈൽസിന്റെ കൈയാണെങ്കിൽ ഗ്വെന്നിന്റെ തലമുടിയിൽ ഒട്ടിപ്പിടിക്കുകയാണ്. എത്ര ശ്രമിച്ചിട്ടും മൈൽസിന് പുള്ളിക്കാരുടെ മുടിയിൽ നിന്ന് കൈ എടുക്കാനേ സാധിക്കുന്നില്ല. കൈ എടുക്കാൻ അത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന സകല കുട്ടികളും അവരെ രണ്ടുപേരും നോക്കി കളിയാക്കി ചിരിക്കുന്നുമുണ്ട്. അവസാനം വേറെ
വേറെ വഴിയില്ലാതെ ഗ്വെൻ മൈൽസിന്റെ കൈ ഒട്ടിപ്പിടിച്ച തന്റെ തലമുടിയുടെ ആ ഭാഗം ട്രിം ചെയ്ത് കളയുകയാണ്. അതിനുശേഷം മൈൽസ് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ സ്കൂളിലെ സകല കുട്ടികളും മൈൽസിനെ തന്നെ നോക്കുകയാണ്. എന്നിട്ട് അവനെ കളിയാക്കി ചിരിക്കുകയാണ്. അങ്ങനെ ആരും കാണാതിരിക്കാൻ വേണ്ടി ഒരു റൂമിൽ കയറി അവൻ കതക് അടച്ചു. പക്ഷെ കതക് അടച്ചതിന് ശേഷം അവന്റെ രണ്ട് കൈകളും ആ ഡോറിൽ ഒട്ടിപ്പിടിച്ചു. അവന് കൈ എടുക്കാനായി പറ്റുന്നില്ല. പിന്നീട് ആ റൂമിലെ എല്ലാ സാധനങ്ങളും അവന്റെ കയ്യിലും കാലിലുമായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അവസാനം അവന് ആ റൂമിലെ ജനാലയിൽ കൂടി പുറത്തേക്ക് വീണു. എന്നാൽ അവന് വീണിട്ടില്ല, പകരം ബിൽഡിങ്ങിന്റെ പുറത്തെ ചുമരിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. ചുമരിലെ കൂടി അവന് നടക്കാനായി സാധിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഗ്വെൻ എന്ന പെൺകുട്ടി കാണുന്നുണ്ട്. അവൻ ഒരുവിധം ബിൽഡിങ്ങിലെ കൂടി നടന്ന് അവന്റെ ഹോസ്റ്റൽ മുറിയിലെത്തി. അപ്പോൾ അവിടെ താഴെ വീണപ്പോൾ സ്പൈഡർമാൻ കോമിക്സിന്റെ ബുക്ക് അവന്റെ മുഖത്ത് വീണു. അപ്പോൾ അത് നോക്കിയപ്പോൾ അവന് ഒരു കാര്യം മനസ്സിലായി. ഇന്നലെ സ്പൈഡർ കടിച്ചപ്പോൾ അവന് സ്പൈഡർ ശക്തി ലഭിച്ചു. പക്ഷെ ഇപ്പോൾ അവന്റെ സംശയം, നഗരത്തിൽ ഓൾറെഡി പീറ്റർ പാർക്കർ സ്പൈഡർമാൻ ആയിട്ടുണ്ട്, പിന്നെ എങ്ങനെ മൈൽസും സ്പൈഡർമാൻ ആവും? അതായത് രണ്ട് സ്പൈഡർമാനോ? ഈ കാര്യം തന്റെ അങ്കിളിനോട് പറയാനായി അദ്ദേഹത്തെ കോൾ ചെയ്യാൻ പല തവണ മൈൽസ് ശ്രമിച്ചെങ്കിലും അങ്കിൾ ബിസി ആയതുകൊണ്ട് അദ്ദേഹം കോൾ എടുക്കുന്നില്ല. സ്ട്രീറ്റിലെ കൂടി ഓടുന്ന സമയം ഒരു ടാക്സി മൈൽസിനെ ഇടിക്കാനായി പോയി. എന്നാൽ അതിസാഹസികമായി മൈൽസ് ചാടി രക്ഷപ്പെട്ടു. അവന് സ്വയം വിശ്വസിക്കാനാവുന്നില്ല അവൻ എന്താണ് സംഭവിച്ചത് എന്ന്. ഈ കാര്യങ്ങളൊക്കെ അങ്കിളിനോട് പറയാനാണ് മൈൽസ് നിൽക്കുന്നത്. എന്നാൽ അദ്ദേഹം കോൾ എടുക്കാത്തത് കൊണ്ട് അച്ഛനോട് തന്നെ ഈ കാര്യം പറയാമെന്ന് കരുതി അച്ഛനെ ഡയൽ ചെയ്തു. എന്നാൽ തന്റെ അച്ഛന് സ്പൈഡർമാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അപ്പോൾ തന്നെ മൈൽസ് കോൾ കട്ട് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം മൈൽസ് തന്നെ സ്പൈഡർ കടിച്ച സ്ഥലത്തേക്ക് പോവുകയാണ്, താൻ കൊന്ന ആ സ്പൈഡറിനെ നോക്കാനായി. അപ്പോൾ ആ സ്പൈഡറിനെ നോക്കിയപ്പോൾ മൈൽസിന് ഒരു കാര്യം മനസ്സിലായി, തന്നെ കടിച്ചത് ഒരു സാധാരണ സ്പൈഡർ ഒന്നുമല്ല എന്ന്. പിന്നീട് അവിടെ പെട്ടെന്ന് ഒരു ഗ്ലിച്ച് സംഭവിക്കുകയാണ്. ആ ഗ്ലിച്ച് സംഭവിച്ചപ്പോൾ അവിടെയുള്ള കാര്യങ്ങളൊക്കെ മാറാനായി തുടങ്ങി. എന്താണ് ഇവിടെ നടക്കുന്നത് എന്നൊന്നും മൈൽസിന് മനസ്സിലാവുന്നില്ല. പിന്നീട് മൈൽസ് അവിടെ കാണുന്നത് യഥാർത്ഥ പീറ്റർ പാർക്കർ സ്പൈഡർമാനും അതേപോലെ വില്ലനായ നോർമൻ അഥവാ ഗ്രീൻ ഗോബ്ലിനും ഫൈറ്റ് ചെയ്യുന്നതാണ്. വില്ലന്മാരുടെ ഉദ്ദേശം പുതിയ ഒരു ഡയമെൻഷനിലേക്കുള്ള പോർട്ടൽ തുറക്കുക എന്നതാണ്. എന്നാൽ സ്പൈഡർമാൻ അതിന് സമ്മതിക്കില്ല. കാരണം അങ്ങനെ ഒരു പുതിയ ഡയമെൻഷൻ ഉണ്ടായാൽ ഒരുപാട് മനുഷ്യരായിരിക്കും കൊല്ലപ്പെടുക. അങ്ങനെ ഇവര് തമ്മിലുള്ള ഫൈറ്റ് നടക്കുമ്പോൾ നമ്മുടെ മൈൽസിന്റെ ജീവനും അപകടത്തിലാണ്. അവൻ അവിടെ നിന്ന് ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ അവനെ സ്പൈഡർമാൻ രക്ഷിച്ചു. സ്പൈഡർമാന് മൈൽസിനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി മൈൽസിനും തന്നെ പോലെ സ്പൈഡർ ശക്തിയുണ്ട് എന്ന്. ഞാൻ കരുതിയത് എനിക്ക് മാത്രമായിരിക്കും ഈ ശക്തിയുള്ളത് എന്നാണ്, പക്ഷെ നീയും എന്നെ പോലെയാണ് എന്ന് സ്പൈഡർമാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഈ ശക്തി വേണ്ട എന്ന് മൈൽസ് പറയുകയാണ്. അപ്പോൾ നിനക്കത് തീരുമാനിക്കാനുള്ള അവകാശമില്ല, നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് എന്നായിരുന്നു സ്പൈഡർമാന്റെ മറുപടി. നീ പേടിക്കേണ്ട, നിന്നെ സകല കാര്യങ്ങളും ഞാൻ പഠിപ്പിക്കാം എന്നൊക്കെ സ്പൈഡർമാൻ പറഞ്ഞു. അതേപോലെ സ്പൈഡർമാന്റെ ഇവിടുത്തെ ലക്ഷ്യം എന്താണ് എന്നും മൈൽസിനോട് പറയുന്നുണ്ട്. ഇവിടെ കാണുന്ന ഈ വലിയ മെഷീൻ, അതാണ് കൊളൈഡർ, അത് തകർക്കണം, കാരണം അത് ഭൂമിക്ക് തന്നെ അപകടമാണ്. അങ്ങനെ മൈൽസിനോട് ഇവിടെ തന്നെ ഇരിക്കാനായി പറഞ്ഞിട്ട് ആ മെഷീൻ തകർക്കാനായി സ്പൈഡർമാൻ ചെന്നു. അപ്പോൾ കൊളൈഡർ തകർക്കണമെങ്കിൽ ഈ ഒരു പെൻഡ്രൈവ് പോലത്തെ ഒരു സാധനം വേണം. ഗൂബർ എന്നാണ് അതിന്റെ പേര്. അതൊരു വൈറസ് കീ ആണ്. ആ ഗൂബർ വെച്ച് കൊളൈഡർ മുഴുവനായിട്ടും ഷട്ട് ഡൗൺ ചെയ്യാൻ സാധിക്കും. എന്നാൽ സ്പൈഡർമാനെ അവിടെ തടയാനെത്തിയ ഈ പർപ്പിൾ വില്ലനാണ് ദ പ്രൗളർ. അങ്ങനെ അവര് തമ്മിൽ ഫൈറ്റ് ചെയ്യുകയാണ്. ഇനി ഇതിന്റെയൊക്കെ പിന്നിലുള്ള മെയിൻ വില്ലനാണ് വിൽസൺ ഫിസ്ക്. കിങ് പിൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അൾട്ടിമേറ്റ് ലക്ഷ്യം തന്നെ സ്പൈഡർമാനെ നശിപ്പിക്കുക എന്നതാണ്. കാരണം അദ്ദേഹം വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും നഷ്ടമാകാൻ കാരണം സ്പൈഡർമാൻ ആണ് എന്നാണ്. കിങ് പിന് കൊളൈഡർ ആക്ടിവേറ്റ് ചെയ്തപ്പോൾ സംഭവിച്ചത് ഒരുപാട് ഡയമെൻഷൻസ് ഒരൊറ്റ ഡയമെൻഷനിലേക്ക് ഗ്ലിച്ച് ആവുകയാണ്. അപ്പോൾ അത് തടയാനായി സ്പൈഡർമാൻ ശ്രമിച്ചപ്പോൾ അവിടെ ഒരു പൊട്ടിത്തെറി സംഭവിച്ചു. അങ്ങനെ പരിക്കേറ്റി കിടക്കുന്ന സ്പൈഡർമാന്റെ അടുത്തേക്ക് മൈൽസ് ഓടിയെത്തി. അദ്ദേഹം പറയാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കുന്നതാ. ലിസൺ, നമ്മൾ രണ്ടുപേരും ഒറ്റക്കെട്ടാവണം, എന്നാലേ നമ്മൾക്ക് ഭൂമിയെ രക്ഷിക്കാനേ സാധിക്കൂ. നീ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം. ഇതാണ് ഗൂബർ, ഇത് വെച്ച് മാത്രമേ ആ കൊളൈഡർ നശിപ്പിക്കാൻ സാധിക്കൂ. സോ നീ എനിക്ക് വേണ്ടി അത് ചെയ്യണം. എന്നിട്ട് സ്പൈഡർമാന് മൈൽസിന് ഗൂബർ നൽകി. അതേപോലെ അദ്ദേഹം മൈൽസിന് കൊടുക്കുന്ന ഒരു ഉപദേശമാണ്, നീ ഒരിക്കലും നിനക്ക് സൂപ്പർ പവർ ഉള്ള കാര്യം മറ്റുള്ളവരെ അറിയിക്കരുത്. നീ നിന്റെ മുഖം മറച്ചു വേണം ജനങ്ങൾക്ക് വേണ്ടി രക്ഷാപ്രവർത്തനം ചെയ്യാൻ, ഇല്ലെങ്കിൽ നിനക്ക് നിന്റെ കുടുംബത്തെയും വേണ്ടപ്പെട്ടവരെയും നഷ്ടമാവും. സ്പൈഡർമാൻ തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് മൈൽസ് സ്പൈഡർമാന് വാക്ക് കൊടുത്തു. അങ്ങനെ മൈൽസ് ഓടി ചെന്നപ്പോൾ മൈൽസ് ദൂരെ നിന്ന് കാണുന്നത് കിങ് പിന് സ്പൈഡർമാന്റെ അടുത്ത് എത്തിയതാണ്. അദ്ദേഹം സ്പൈഡർമാന്റെ മാസ്ക് അയച്ചു. പീറ്റർ പാർക്കറിന്റെ മുഖം കണ്ടു. ആൻഡ് ഫൈനലി അദ്ദേഹം സ്പൈഡർമാനെ സ്മാഷ് ചെയ്യുകയാണ്. അങ്ങനെ സ്പൈഡർമാൻ അഥവാ പീറ്റർ പാർക്കർ കൊല്ലപ്പെട്ടു. ഇത് കണ്ടു മൈൽസ് ആകെ ഷോക്കായി. ദൂരെ ഒരു പയ്യൻ നിൽക്കുന്നുണ്ടെന്ന് കിങ് പിന്നിന് മനസ്സിലായപ്പോൾ ദ പ്രൗളറിനോട് അവനെ പിടിച്ച് കൊന്നുകളയാനായി കിങ് പിൻ പറയുകയാണ്. ദ പ്രൗളറിന്റെ പിടിയിലാവാതെ എന്തോ ഭാഗ്യത്തിന് മൈൽസ് രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട
ചെന്ന മൈൽസ് പോയത് ഹോസ്റ്റൽ മുറിയിലേക്കല്ല, മറിച്ച് തന്റെ സ്വന്തം വീട്ടിലേക്കാണ്. അച്ഛനെ കണ്ടപ്പോൾ മൈൽസ് ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചു. അച്ഛനും അമ്മക്കും മനസ്സിലായി അവരുടെ മകൻ ഓക്കെ അല്ല എന്ന്. അവര് മകനെ സമാധാനിപ്പിച്ചു. അതിനുശേഷം അവര് TV കാണുമ്പോൾ വാർത്തയിലൊക്കെ കാണിക്കുന്നത് ആ ഞെട്ടിക്കുന്ന വാർത്തയാണ്. സ്പൈഡർമാന്റെ മരണ വാർത്ത. 26 വയസ്സുകാരനായ പാർട്ട് ടൈം ഫോട്ടോഗ്രാഫറായി ജോലി ചെയ്യുന്ന പീറ്റർ പാർക്കർ എന്ന സ്പൈഡർമാൻ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ഒരു പതിറ്റാണ്ടായി നാടിനെ അവൻ പല അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ഗൈസ്, ഒരു കാര്യം പറയട്ടെ, ഒരുപാട് മണിക്കൂർ ചിലവഴിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നത്. എന്നാൽ 90% ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് ഈ വീഡിയോ കാണുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്കായി കൊണ്ടുവരാൻ അതെനിക്ക് വലിയ ഒരു മോട്ടിവേഷൻ തന്നെയായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ബാക്ക് ടു ദി സ്റ്റോറി. സോ പീറ്റർ പാർക്കറിന്റെ മരണം മുന്നിൽ നിന്ന് കണ്ടിട്ട് പോലും ഒന്നും ചെയ്യാനാവാത്ത സങ്കടമാണ് മൈൽസിന് ഇപ്പോൾ. അതുകൊണ്ട് മൈൽസ് പീറ്റർ പാർക്കർ അവസാനമായി പറഞ്ഞ കാര്യം ചെയ്യാനായി തീരുമാനിച്ചു. അതിനായി സ്റ്റാൻലിയുടെ സ്റ്റോറിൽ ചെന്ന് സ്പൈഡർമാൻ സ്യൂട്ട് അവൻ വാങ്ങിക്കുകയാണ്. സ്യൂട്ട് ധരിച്ചു. എന്നാൽ ഇനി വലിയ ഒരു ടാസ്ക് ബാക്കിയുണ്ട്. മൈൽസിന് അവന്റെ സൂപ്പർ പവേഴ്സ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് അറിയത്തില്ല. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ മൈൽസ് വലിയ ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. എന്നാൽ ഉയരം കൂടിയ ആ കെട്ടിടത്തിന്റെ മുകളിൽ എങ്ങനെയാണോ കയറിയത് അതേ വഴി തന്നെ വളരെ വേഗത്തിൽ മൈൽസ് ഇറങ്ങി താഴെ വന്നു. എന്നിട്ട് മറ്റൊരു ചെറിയ കെട്ടിടത്തിന്റെ മുകളിലേക്ക് പോവുകയാണ്. എന്നിട്ട് അതിന്റെ മുകളിൽ നിന്ന് തന്റെ സൂപ്പർ പവേഴ്സ് ടെസ്റ്റ് ചെയ്യാനായി എടുത്തു ചാടി. എന്നാൽ ചാടുന്ന സമയം ഷൂസിന്റെ ലേസ് ചവിട്ടി സ്ലിപ്പായി പോയി. അങ്ങനെ അവിടെയൊക്കെ ഒരുപാട് തവണ ഇടിച്ച് മൈൽസ് താഴെ വീണു. താഴെ വീണ സമയം തന്റെ പോക്കറ്റിലുണ്ടായ സ്പൈഡർമാൻ നൽകിയ കൊളൈഡർ നശിപ്പിക്കാനുള്ള ഗൂബർ തകർന്നു. അതായത് ഇനി സ്പൈഡർമാന് വാക്ക് കൊടുത്ത കാര്യം മൈൽസിനെ കൊണ്ട് ചെയ്യാനായി പറ്റത്തില്ല. പീറ്റർ പാർക്കറിനോട് മാപ്പ് പറയാനായി മൈൽസ് പീറ്റർ പാർക്കറിനെ സംസ്കരിച്ച സ്ഥലത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ഗൂബർ പൊട്ടിയ കാര്യമൊക്കെ പറഞ്ഞ് മൈൽസ് സോറി പറയുകയാണ്. ഈ സമയം അവിടെ പെട്ടെന്ന് ആരോ മൈൽസിന്റെ അടുത്തേക്ക് വന്നപ്പോൾ മൈൽസ് അറിയാതെ ഷോക്ക് അടിപ്പിച്ച് അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്തു. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വല പുറത്തു വന്നിട്ടുമുണ്ട്. ആൻഡ് അത് വേറെ ആരുമല്ല, പീറ്റർ പാർക്കർ തന്നെയാണ്. എന്നാൽ ഇവിടെയാണ് ട്വിസ്റ്റ്. ഇത് ആക്ച്വലി മരണപ്പെട്ട പീറ്റർ പാർക്കർ അല്ല. കൊളൈഡർ വെച്ച് കിങ് പിന് ഡയമെൻഷൻസ് ഒന്നിച്ചപ്പോൾ മറ്റൊരു ഡയമെൻഷനിൽ നിന്ന് ഈ ഡയമെൻഷനിലേക്ക് എത്തിയ പീറ്റർ പാർക്കർ ആണ്. ഇവിടെ എത്തിയപ്പോൾ കാണുന്നത് മുഴുവനും അവന്റെ മരണ വാർത്തയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നൊന്നും പീറ്റർ പാർക്കറിന് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഈ പീറ്റർ പാർക്കറിനോട് മൈൽസ് സഹായം ചോദിക്കുകയാണ്. അതായത് സ്പൈഡർമാൻ മരിച്ചത് എന്റെ കൺമുന്നിൽ നിന്നാണ്. അദ്ദേഹം എന്നെ സൂപ്പർ പവർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ വേണം ഇനി എന്നെ ട്രെയിൻ ചെയ്യാൻ. എന്നാൽ പീറ്റർ പാർക്കർ അതിനൊന്നും തയ്യാറാവാതെ പോകുമ്പോൾ ഗ്ലിച്ച് കാരണം അദ്ദേഹത്തിന്റെ സൂപ്പർ പവർ ശരിക്കും ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അതിന്റെ പ്രധാന കാരണം അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഡയമെൻഷനിലല്ല ഇപ്പോൾ ജീവിക്കുന്നത്. കൊളൈഡർ നശിപ്പിച്ചാൽ മാത്രമേ പീറ്റർ പാർക്കറിന് തന്നെ ശരിക്കുമുള്ള ഡയമെൻഷനിലേക്ക് തിരിച്ചു പോകാൻ കഴിയത്തുള്ളൂ. ആ ഗൂബർ പീറ്റർ പാർക്കർ ചോദിച്ചു. എന്നാൽ അത് മൈൽസിന്റെ കയ്യിൽ വെച്ച് തകർന്നിട്ടുണ്ടായിരുന്നു. ഇനി കൊളൈഡർ നശിപ്പിക്കാൻ എന്താണ് വഴി എന്നൊക്കെ പീറ്റർ പാർക്കർ ആലോചിക്കുകയാണ്. അങ്ങനെ അവര് രണ്ടുപേരും ടീമായിട്ട് കിങ് പിന്നിന്റെ സ്ഥലത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുകയാണ്. അവിടെ വെച്ച് അവരുടെ ഡിവൈസിൽ ആക്സസ് ചെയ്ത് കൊളൈഡറിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി പീറ്റർ പാർക്കർ കിങ് പിന്നിന്റെ ബിൽഡിംഗിലേക്ക് പോകുമ്പോൾ മൈൽസിനോട് നീ വരണ്ട, ഇവിടെ പുറത്ത് കാത്തു നിന്നാൽ മതി എന്നാണ് പറഞ്ഞത്. എന്നാൽ മൈൽസും പീറ്റർ പാർക്കറിന്റെ പിന്നാലെ പോയിട്ടുണ്ട്. സോ ഈ സ്ത്രീയാണ് കിങ് പിന്നിന്റെ ഹെഡ് സയന്റിസ്റ്റ് ആയ ഡോക്ടർ ഒലിവിയ. ഡോക്ടർ ഒലിവിയ കമ്പ്യൂട്ടറിൽ പാസ്വേഡ് അടിക്കുമ്പോൾ അത് പീറ്റർ പാർക്കർ ഒളിച്ചിരുന്ന് കണ്ടുപിടിച്ചു. പുള്ളിക്കാരി ആ ലാബിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ രണ്ട് സ്പൈഡർമാൻസും അവിടെ കയറുകയാണ്. എന്നാൽ ഇവിടെ നമ്മുടെ മൈൽസ് ഇൻവിസിബിൾ ആയത് കാണാം. അപ്പോൾ പീറ്റർ പാർക്കറിന് മനസ്സിലായി ഇവന് ഇൻവിസിബിൾ ആവാനുള്ള ശക്തിയൊക്കെ ഉണ്ട് എന്ന്. ഈ സമയം അവിടെ ഡോക്ടർ ഒലിവിയ പെട്ടെന്ന് കേറി വന്നു. പുള്ളിക്കാരി പീറ്റർ പാർക്കറിനെ മാത്രമാണ് കണ്ടത്. മൈൽസ് ഇൻവിസിബിൾ ആയിട്ടാണുള്ളത്. ഡോക്ടർ ഒലിവിയ ആക്ച്വലി ഡോക്ടർ ഒക്ടോപസ് എന്ന വില്ലനാണ്. പുള്ളിക്കാരി പീറ്റർ പാർക്കറിനെ അറ്റാക്ക് ചെയ്യാനായി വന്നു. എന്നാൽ അവിടുന്ന് കമ്പ്യൂട്ടർ മോഷ്ടിച്ച് രണ്ട് സ്പൈഡർമാൻസും രക്ഷപ്പെടുകയാണ്. അവരെ രണ്ടുപേരും അറ്റാക്ക് ചെയ്യാൻ അഥവാ പിടിക്കാൻ കിങ് പിന്നിന്റെ സകല ആൾക്കാരും പിന്നാലെ വരുന്നുണ്ട്. അവര് രക്ഷപ്പെട്ടു പോകുന്ന സമയത്ത് പീറ്റർ പാർക്കർ മൈൽസിനെ വല എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവസാനം ഇവിടെ അവര് ഓൾമോസ്റ്റ് പരാജയപ്പെടാനായി. ഡോക്ടർ ഒക്ടോപസ് രണ്ടുപേരും അറ്റാക്ക് ചെയ്യാനായി വരികയാണ്. എന്നാൽ അപ്പോൾ അവിടെ മറ്റൊരു സൂപ്പർ ഹീറോ വന്ന് ഡോക്ടർ ഒക്ടോപസിനെ തിരിച്ച് അറ്റാക്ക് ചെയ്തു. ആൻഡ് ആ സൂപ്പർ ഹീറോ ആണ് സ്പൈഡർ വുമൻ. ആൻഡ് സ്പൈഡർ വുമൻ വേറെ ആരുമല്ല, നമ്മുടെ മൈൽസിന്റെ ക്രഷ് ആയ ഗ്വെൻ ആണ്. പീറ്റർ പാർക്കർ ഇവിടെ എത്തിയതുപോലെ തന്നെയാണ് പുള്ളിക്കാരിയും ഇവിടെ എത്തിയത്. അതായത് ഈ ഡയമെൻഷനിൽ ഇവിടെ എത്തിയപ്പോൾ പുള്ളിക്കാരിയുടെ സ്പൈഡർ സെൻസ് വിഷൻ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാനേ പറഞ്ഞു. അങ്ങനെയാണ് അവിടെ വെച്ച് പുള്ളിക്കാരി മൈൽസിനെ കാണുന്നതും അവരും സ്പൈഡർ ശക്തി കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതും. കിങ് പിന് ഡോക്ടർ ഒക്ടോബസിനോട് ചോദിക്കാണ്, ഞാൻ സ്പൈഡർമാനെ കൊന്നതല്ലേ, പിന്നെ എങ്ങനെയാണ് അവന് രണ്ടായി തിരിച്ചു വന്നത്? അപ്പോൾ പുള്ളിക്കാരി പറയാണ്, രണ്ടല്ല, അവർ ഇപ്പോൾ 3 പേരുണ്ട്. നമ്മുടെ കൊളൈഡർ
വർക്ക് ആവുന്നുണ്ട്. അങ്ങനെയാണ് പല ഡയമെൻഷനിൽ നിന്ന് അവന്മാര് ഒന്നിച്ചത്. പക്ഷെ ഇത് നമ്മൾക്ക് അപകടം കൂടിയാണ്. വരുന്ന ദിവസങ്ങളിൽ ഇനിയും മറ്റു ഡയമെൻഷനിൽ നിന്ന് വേറെയും സ്പൈഡർ ശക്തിയുള്ളവർ വരാൻ സാധ്യതയുണ്ട്. അവരെയൊക്കെ നമ്മൾ കൊന്നുകളയണം, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയത്തില്ല. സോ ഇവിടെ ഇവര് 3 പേരും വന്നിട്ടുള്ളത് മരണപ്പെട്ടു പോയ പീറ്റർ പാർക്കറിന്റെ ആന്റി മെയിനെ കാണാനാണ്. പുള്ളിക്കാരി പീറ്ററിനെ ജീവനോടെ കണ്ടപ്പോൾ കെട്ടിപ്പിടിക്കുകയാണ്. എന്താണ് സംഭവിച്ചത് എന്ന് അവർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പുള്ളിക്കാരി പറയാണ്, എല്ലാം എനിക്കറിയാം, നിങ്ങളെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പുള്ളിക്കാരി അവരെ 3 പേരും കൂട്ടി ഒരു സീക്രട്ട് ഷെഡിലേക്ക് പോകുന്നത് കാണാം. ഇനി ഇവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. അവിടെ അവരെ കൂടാതെ മറ്റു ഡയമെൻഷനിൽ നിന്ന് വന്ന വേറെ 3 സ്പൈഡർ ശക്തിയുള്ളവരുണ്ട്. 1930 കാലങ്ങളിലെ സ്പൈഡർമാൻ ആണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള സ്പൈഡർമാൻ നോയർ. അദ്ദേഹത്തിന്റെ പേരും പീറ്റർ പാർക്കർ എന്ന് തന്നെയാണ്. അനീമി യൂണിവേഴ്സിലെ ജപ്പാനീസ് അമേരിക്കൻ സ്പൈഡർ ശക്തിയുള്ള ഈ പെൺകുട്ടിയാണ് പെന്നി പാർക്കർ. അതേപോലെ ഇതൊരു പന്നിയാണ്. പീറ്റർ പോർക്കർ എന്നാണ് പേര്. സ്പൈഡർ ഹാം എന്നും പീറ്റർ പോർക്കർ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആവശ്യം ഒന്നു തന്നെയാണ്, കൊളൈഡർ നശിപ്പിച്ചതിനു ശേഷം തിരിച്ച് അവരുടെ സ്വന്തം ഡയമെൻഷനിലേക്ക് പോവുക. അവരെ രക്ഷിക്കാൻ ആകെ കഴിയുന്നതാണെങ്കിൽ നമ്മുടെ മൈൽസിനുമാണ്. പക്ഷെ മൈൽസിനാണെങ്കിൽ തന്റെ ശക്തി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പോലും അറിയത്തില്ല. അതേപോലെ അവർക്ക് ആർക്കും തന്നെ മൈൽസിനെ കൊണ്ട് ഇതിനെ കൊണ്ട് കഴിയും എന്ന് വിശ്വാസവുമില്ല. അപ്പോൾ മൈൽസിന് ആകെ സങ്കടമായി. അവൻ അവരോടൊക്കെ ഒന്നും പറയാതെ അവിടുന്ന് പോവുകയാണ്. അവൻ ഇപ്പോൾ അങ്കിൾ ആരോണിനെയാണ് കോൾ ചെയ്യുന്നത്. അദ്ദേഹം ഇപ്പോഴും ബിസി ആയതുകൊണ്ട് കോൾ എടുക്കുന്നില്ല. അപ്പോൾ മൈൽസ് അങ്കിൾ ആരോണിന്റെ വീട്ടിലേക്ക് കയറുകയാണ്. അവിടെ എത്തിയപ്പോൾ അവിടെ അങ്കിൾ ആരോൺ ഇല്ല. അതുകൊണ്ട് അദ്ദേഹം വന്നാൽ വായിക്കാനായി തന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മൈൽസ് ഒരു പേപ്പറിൽ എഴുതുകയാണ്. എന്നാൽ ഈ സമയം അവിടെ ആരോ കേറി വരുന്നത് മൈൽസ് കണ്ടു. അത് വേറെ ആരുമല്ല, വില്ലനായ പ്രൗളർ ആണ്. അങ്ങനെ കണ്ടപ്പോൾ തന്നെ മൈൽസ് ഒളിച്ചു നിന്നു. അതേപോലെ ഈ സമയം മൈൽസ് ഇൻവിസിബിൾ ആയിട്ടുമുണ്ട്. പ്രൗളർ തന്നെ മാസ്ക് അയച്ചപ്പോൾ അത് വേറെ ആരുമല്ല, മൈൽസിന്റെ സ്വന്തം അങ്കിൾ ആരോൺ തന്നെയാണ്. മൈൽസിന് മനസ്സിലായി തന്റെ പ്രിയപ്പെട്ട അങ്കിൾ ആരോൺ കിങ് പിന്നിന്റെ കൂടെ ജോലി ചെയ്യുന്ന വില്ലൻ ആണ് എന്ന്. ഇൻവിസിബിൾ ആയിട്ട് മൈൽസ് അവിടുന്ന് രക്ഷപ്പെടുകയാണ്. എന്നാൽ പ്രൗളർ അത് കണ്ടു. പ്രൗളർ ആ കുട്ടി സ്പൈഡർമാനെ പിടിക്കാനായി പിന്നാലെ പോകുന്നുണ്ട്. കുട്ടി സ്പൈഡർമാന് മാസ്ക് ധരിച്ചത് കൊണ്ട് തന്നെ അത് മൈൽസ് ആണ് എന്ന കാര്യം അദ്ദേഹത്തിന് അറിയത്തില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ പിടിയിലാവാതെ മൈൽസ് രക്ഷപ്പെട്ടിട്ടുണ്ട്. മൈൽസ് പെട്ടെന്ന് ഓടിച്ചെന്നത് മറ്റു സ്പൈഡർമാൻസിനെ കണ്ട് ഈ കാര്യം പറയാനാണ്. എന്റെ സ്വന്തം അങ്കിൾ ആണ് പ്രൗളർ എന്ന്. നിന്നെ അവര് ഫോളോ ചെയ്തിരുന്നു എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അറിയത്തില്ല എന്നായിരുന്നു മൈൽസിന്റെ മറുപടി. എന്നാൽ അവര് മൈൽസിനെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഈ 6 സ്പൈഡർമാൻസിനെയും കൊല്ലാൻ വില്ലന്മാർ അവിടെ എത്തി. പിന്നീട് അവിടെ വെച്ച് നമ്മൾ കാണുന്നത് വില്ലന്മാരും സ്പൈഡർമാൻസും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഇവിടെ പ്രൗളർ കുട്ടി സ്പൈഡർമാനെ പിടിക്കാനായി പിന്നാലെ ഓടുന്നത് കാണാം. അവസാനം പ്രൗളർ കുട്ടി സ്പൈഡർമാനെ പിടിക്കുകയും ചെയ്തു. എന്നിട്ട് കുട്ടി സ്പൈഡർമാനെ പ്രൗളർ കൊല്ലാനായിട്ട് പോവുകയാണ്. ആ സമയം മൈൽസ് തന്നെ മാസ്ക് അയച്ച് മുഖം കാണിച്ചു. ആ കുട്ടി സ്പൈഡർമാൻ തന്റെ പ്രിയപ്പെട്ട നെഫ്യൂ ആയ മൈൽസ് ആണ് എന്ന് അറിഞ്ഞപ്പോൾ പ്രൗളർ ഷോക്കായി. ഒരിക്കലും മൈൽസിനെ കൊല്ലാൻ ആരോണിന് സാധിക്കില്ല. ആരോൺ മൈൽസിന് മാസ്ക് ധരിപ്പിച്ചിട്ട് രക്ഷപ്പെടാനായി പറയുകയാണ്. എന്നാൽ ഈ കാര്യം കിങ് പിന് കണ്ടു. അദ്ദേഹം ആരോണിനെ ഷൂട്ട് ചെയ്തു. ശേഷം കിങ് പിന് മൈൽസിനെ ഷൂട്ട് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആരോണിനെ എടുത്തുകൊണ്ട് ആ സ്ഥലത്തുനിന്ന് മൈൽസ് രക്ഷപ്പെട്ടു. എന്നിട്ട് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തെത്തി. എവിടെയാണ് സങ്കടകരമായിട്ടുള്ള ആ സീന്. അങ്കിൾ ആരോൺ മൈൽസിനോട് മാപ്പ് പറയുകയാണ്. എല്ലാം എന്റെ തെറ്റാണ്. നിന്റെ ലക്ഷ്യം എന്താണോ അത് നീ എന്തായാലും പൂർത്തീകരിക്കണം. അതും പറഞ്ഞ് അങ്കിൾ ആരോൺ മരണപ്പെടുകയാണ്. തന്റെ പ്രിയപ്പെട്ട അങ്കിൾ ആരോൺ മരണപ്പെട്ടത് കണ്ട് മൈൽസ് പൊട്ടിക്കരയുകയാണ്. മൈൽസിനെ കാണാൻ ഹോസ്റ്റൽ മുറിയിലേക്ക് മറ്റു സ്പൈഡർമാൻസ് എത്തി. അവര് മൈൽസിനെ സമാധാനിപ്പിക്കുകയാണ്. മൈൽസ് പറയാണ്, ഞാൻ കാരണമാണ് അങ്കിൾ ആരോൺ മരണപ്പെട്ടത്. അപ്പോൾ അവര് പറയാണ്, നമ്മൾക്ക് ഒരിക്കലും എല്ലാവരും രക്ഷപ്പെടുത്താൻ കഴിയത്തില്ല. പീറ്റർ പാർക്കറിന് തന്റെ അങ്കിൾ ബെന്നിനെയാണ് നഷ്ടമായത്. സ്പൈഡർമാൻ നോയറിന് അദ്ദേഹത്തിന്റെ അങ്കിൾ ബെഞ്ചമിൻ. പെന്നി പാർക്കറിന് തന്റെ അച്ഛനെയാണ് നഷ്ടമായത്. അതേപോലെ ഗ്വെന്നിന് തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയും. സോ ഇവിടെ ഈ മറ്റു സ്പൈഡർമാൻസ് എല്ലാവരും മൈൽസിന്റെ സഹായമില്ലാതെ തന്നെ കൊളൈഡർ നശിപ്പിക്കാൻ പുറപ്പെടുകയാണ്. അവർക്കറിയാം മൈൽസിനെ കൊണ്ട് അതിന് പറ്റത്തില്ല എന്ന്. പക്ഷെ അങ്കിൾ ആരോണിനെ നഷ്ടപ്പെട്ടതിന് ശേഷം ഇപ്പോൾ മൈൽസിന് വാഷായി. അവൻ ഇപ്പോൾ പുതിയ ഒരു കറുത്ത സ്പൈഡർമാൻ സ്യൂട്ടൊക്കെ ധരിച്ചത് കാണാം. എന്നിട്ട് സ്വയം തന്റെ സൂപ്പർ പവേഴ്സ് ടെസ്റ്റ് ചെയ്യാൻ ഏറ്റവും ഉയരം കൂടിയ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി ചാടുകയാണ്. ആൻഡ് ഫൈനലി നമ്മുടെ മൈൽസ് എങ്ങനെയാണ് തന്റെ സൂപ്പർ പവേഴ്സ് ഉപയോഗിക്കേണ്ടത് എന്ന് പഠിച്ചതായി നമ്മൾക്ക് ഇവിടെ കാണാം. സോ ഇന്ന് കിങ് പിന് അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ഒരു ഫംഗ്ഷൻ നടത്തുന്നുണ്ട്. അവിടെ ചെന്ന് കൊളൈഡർ നശിപ്പിക്കാനാണ് ഈ സ്പൈഡർമാൻസിന്റെ ഉദ്ദേശം. അവര് 5 പേരും അവിടെയുള്ള ഓരോ സെക്യൂരിറ്റീസിനും പരാജയപ്പെടുത്തി അകത്ത് പ്രവേശിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ അവർ എത്തിയതായിട്ടുള്ള കാര്യം കിങ് പിന്നിന്റെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. അവര് സ്പൈഡർമാൻസിനെ അറ്റാക്ക് ചെയ്യാനായി ആയുധങ്ങളുമായി എത്തി. ഡോക്ടർ ഒക്ടോപസ് പീറ്റർ പാർക്കറിനെ പിടികൂടി. എന്നിട്ട് പീറ്റർ പാർക്കറിനെ കൊല്ലാനായിട്ട് പോവുകയാണ്. എന്നാൽ ഈ സമയം ഡോക്ടർ ഒക്ടോപസിനെ ആരോ അറ്റാക്ക് ചെയ്യുകയാണ്. അത് ആരാണ് എന്ന് മാത്രം കാണാൻ കഴിയുന്നില്ല. ആൻഡ് അത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം
മൈൽസ് ആണ്. അവൻ ഇൻവിസിബിൾ ആയിട്ട് അവിടെ അവർക്ക് മുന്നേ എത്തിയിട്ടുണ്ട്. അവനാണ് ഇപ്പോൾ വില്ലന്മാരെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നത്. ഇനി കഥയുടെ ക്ലൈമാക്സ് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ 6 സ്പൈഡർമാൻസും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ വില്ലന്മാരൊക്കെ പരാജയപ്പെടുത്തുകയാണ്. അതേപോലെ അവസാനം മൈൽസ് തന്നെ ആ കൊളൈഡർ ഷട്ട് ഡൗൺ ചെയ്തു. എന്നിട്ട് ഓരോ സ്പൈഡർമാൻസും മൈൽസിനോട് യാത്ര പറഞ്ഞ് അവരുടെ സ്വന്തം ഡയമെൻഷനിലേക്ക് തിരിച്ചു പോവുകയാണ്. പക്ഷേ ഇവിടെ പരാജയപ്പെടാത്ത ഒരു വില്ലൻ ബാക്കിയുണ്ട്. മെയിൻ വില്ലനായ കിങ് പിൻ. എല്ലാ സ്പൈഡർമാനും പോയതിനു ശേഷം കിങ് പിന് കുട്ടി സ്പൈഡർമാനെ കൊല്ലാനായിട്ട് വന്നു. ഇനി അവര് രണ്ടുപേരും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഈ ഏറ്റുമുട്ടൽ നമ്മുടെ മൈൽസിന്റെ അച്ഛൻ കാണുന്നുണ്ട്. അദ്ദേഹത്തിന് സ്പൈഡർമാനെ ഇഷ്ടമല്ല എന്ന് നമ്മൾ പറഞ്ഞതാണ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹമാണ് സ്പൈഡർമാനെ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത്. യഥാർത്ഥ സ്പൈഡർമാന് പോലും എന്നെ പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല, എന്നിട്ടാണോ ഈ കുട്ടി സ്പൈഡർമാൻ എന്നൊക്കെ അഹങ്കാരത്തോടെ കിങ് പിൻ പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ കുട്ടി സ്പൈഡർമാന് കിങ് പിന്നിനെ പരാജയപ്പെടുത്തി. എന്നിട്ട് കൊളൈഡർ മുഴുവനായിട്ടും നശിപ്പിച്ച് ലോകത്തെ തന്നെ രക്ഷിക്കുകയും ചെയ്തു. കഥയുടെ അവസാനം കുട്ടി സ്പൈഡർമാന് അവന്റെ അച്ഛന്റെ അടുത്ത് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എന്നാൽ അച്ഛൻ അറിയത്തില്ല ഈ കുട്ടി സ്പൈഡർമാന് തന്റെ സ്വന്തം മകനാണ് എന്ന്. എന്റെ സഹായം എന്നും നിങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടാവുമെന്നൊക്കെ മറ്റൊരു ശബ്ദത്തിൽ സ്വന്തം അച്ഛനോട് കുട്ടി സ്പൈഡർമാൻ പറയുന്നുണ്ട്. അതേപോലെ കിങ് പിന്നിനെ സ്പൈഡർമാൻ തന്റെ വലയിൽ കെട്ടിയിട്ടതായിട്ടും കാണാം. ജനങ്ങൾ എല്ലാവരും അവരെ രക്ഷിച്ചതിന് കുട്ടി സ്പൈഡർമാനോട് നന്ദി പറയുകയാണ്. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. സോ ഗൈസ്, ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ കൂടി കാണും. മറ്റൊരു കുട്ടി സൂപ്പർ ഹീറോന്റെ കഥയാണ് ഇത്. ഉറപ്പായിട്ട് ഈ കഥയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.